അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചക്ക കൂട്ടാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കരിവേപ്പിലയിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ചക്കക്കുരുവാണ് ചേർക്കേണ്ടത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അത് നികന്ന് നിൽക്കുന്ന തരത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ചക്ക ഇട്ട് കൊടുക്കുന്നത്. ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് അരപ്പ് നോക്കാം. ഒരു പിടി തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് ചക്കേൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അര ഗ്ലാസോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കട്ടോ. പിന്നെ ഈ ചക്കേൻ്റെ അരപ്പ് ഒരുപാട് അരഞ്ഞു പോകരുത്. നമ്മൾ തോരനൊക്കെ എടുക്കൂലേ അതേ പരുവം. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കട്ടെ. അത് വെള്ളമൊക്കെ വറ്റി അടിപൊളി ചക്ക കൂട്ടാനാണ്.